കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ പുനഃസംഘടന എന്ന ആവശ്യവും യോഗത്തിന് പിന്നാലെ ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. ബൂത്ത് തലം മുതൽ KPCC വരെ വൻ അഴിച്ചുപണിയാണ് വേണ്ടതെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുകയും ചെയ്യും. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിന് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണം എന്ന നിർദ്ദേശവും യോഗം മുന്നോട്ട് വച്ചിട്ടുണ്ട്. സിബി ജോസഫ് സമഗ്രമായ വിവരങ്ങൾ നൽകും. അസീത, 2 ദിവസമായി അഹമ്മദാബാദിൽ ചേർന്ന AICCയുടെ സമ്മേളനവും പ്രവർത്തക സമിതി യോഗവും ഇന്ന് വൈകിട്ടോടെ സമാപിച്ചു. പ്രധാനമായും ഈ ബി ജെ പിക്കെതിരായ പോരാട്ടത്തിനു വേണ്ടി സംഘടനയെ, പാർട്ടിയെ ശക്തിപ്പെടുത്തുക, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, അടിത്തട്ടിൽ നിന്നും പാർട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് AICC സമ്മേളനം സമാപിച്ചത്. DCCകൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ DCCയെ പുനഃസംഘടിപ്പിക്കുക എന്നുള്ള നിർണായകമായ തീരുമാനം കൂടി കൈക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സമ്മേളനം അവസാനിക്കുന്നത്. DCCകൾക്ക് പൂർണ്ണമായും അധികാരം നൽകുമ്പോൾ അതൊരു ഏറെ പ്രയാസമുള്ള കാര്യമാണെന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് എതിരാളികൾ ശക്തമായ പണത്തിൻ്റെയും മറ്റും അധികാരത്തിൻ്റെയും സ്വാധീനമുള്ള ആളുകളായതിനാൽ ഈ DCCകളെ ഇത്തരത്തിൽ പുനഃസംഘടിപ്പിക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ കാര്യമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഭരണഘടനയെ ആക്രമിക്കുന്ന BJPക്കും RSSനും എതിരായ ശക്തമായ പോരാട്ടം എല്ലാ രീതിയിലും ന്യൂനപക്ഷ മേഖലകളിലും അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യം അടക്കമുള്ള എല്ലാ മേഖലകളിലും ശക്തമായ പോരാട്ടം തുടരുമെന്നും കോൺഗ്രസ് പ്രമേയമടക്കം പാസ്സാക്കുകയും ചെയ്തു. മറ്റൊന്ന്, മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമായും പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടത് മുദ്രാവാക്യം വിളിക്കുന്നവരല്ല, മറിച്ച് പൂർണ്ണമായും എല്ലാ സമയവും ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെയാണ് പാർട്ടിക്ക് വേണ്ടത്. അല്ലാത്തവർ നേതൃസ്ഥാനത്ത് വരരുത്, അല്ലാത്തവർ വിരമിക്കുകയാണ് വേണ്ടതെന്നും മല്ലികാർജ്ജുൻ ഖർഗെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ പറയുകയും ചെയ്തു. ബാലറ്റ് പേപ്പർ ഉൾപ്പെടെ എല്ലാം തന്നെയും തിരികെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടാണ് BJP എപ്പോഴും അധികാരം പിടിച്ചെടുക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട, മറിച്ച് ബാലറ്റിലേക്ക് തിരികെ വരണമെന്ന ആവശ്യം കൂടി അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ നിരവധി BJPക്കെതിരായ ശക്തമായ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ പാർട്ടി അടിത്തട്ടിൽ നിന്നും വളരേണ്ട സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയം പ്രസംഗവും ഉണ്ടായിരുന്നത്. എന്തായാലും ശശി തരൂർ അടക്കമുള്ള മറ്റ് MPമാരും മറ്റ് CWC അംഗങ്ങളെല്ലാം തന്നെയും എന്നുള്ളതാണ്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.